അഹമ്മദാബാദിലെ ദുരന്ത മണ്ണിലെ കാഴ്ചകൾ ഹൃദയഭേദകമാണ് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം. ഒരുപാട് പേരുടെ മരണത്തിന് ഈ മണ്ണ് സാക്ഷിയായി. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരാളും കൂടി ഇതിൽ മരിച്ചു. നിങ്ങൾക്കറിയാം, പത്തനംതിട്ട കോഴഞ്ചേരി പുല്ലാട് രഞ്ജിത ആണ് മരിച്ചത്. UK-യിൽ നഴ്സായിരുന്നു രഞ്ജിത. യഥാർത്ഥത്തിൽ ഈ ജോലി ഉപേക്ഷിച്ച് ജോലിയൊക്കെ കളഞ്ഞ് കേരളത്തിലേക്ക് PSC നിയമനം കിട്ടിയിരുന്നു. ലീവ് എടുത്താണ് പോയതെന്നും ഒരു വാർത്തയുണ്ട്. അപ്പം അവധി ക്യാൻസൽ ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിന് റിലീവിംഗ് ഓർഡറൊക്കെ വാങ്ങി UK-യിൽ നിന്ന് മടങ്ങി വരാൻ വേണ്ടി പോയ യാത്രയാണ് അവസാനത്തെ യാത്രയായി മാറിയത്. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന പുല്ലാട്ടെ രഞ്ജിതയുടെ വീട്ടിൻ്റെ മുന്നിൽ നിന്ന് AV ജയശങ്കർ കൂടി ചേരുന്നു. ജയശങ്കർ, മന്ത്രി വീണ ജോർജ് ഇന്ന് രാവിലെ അവിടെ സന്ദർശിക്കും എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. മറ്റെന്ത് വിവരങ്ങളാണ് അവിടെ നിന്ന്? അദ്ദേഹത്തെ രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലേക്ക് എപ്പോഴാണ് പുറപ്പെടുക? SKN, കഴിഞ്ഞ ദിവസം വളരെ വിഷമമുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഈ വീട്ടിലെ ദൃശ്യങ്ങൾ കാണിച്ചത്. അതേ സാഹചര്യം തന്നെയാണ് ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി എത്തിയൊരു മരണം, ആ മരണം ഈ കുടുംബത്തിനെ ഏൽപ്പിച്ച ആഘാതം, അതിൽ നിന്ന് ഈ കുടുംബാംഗങ്ങൾ ഇതുവരെ മോചിതരായിട്ടില്ല എന്ന് തന്നെ പറയാം. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് രഞ്ജിത വളരെ സ്വപ്നതുല്യമായി കഷ്ടപ്പെട്ട് വിദേശത്തുൾപ്പെടെ അധ്വാനിച്ച പണി പൂർത്തിയാക്കാനിരുന്നൊരു വീടാണ്. ആ വീടിൻ്റെ 80% ജോലി പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പ് തന്നെ ആ വീട്ടിലേക്ക് ചേതനയേറ്റ രഞ്ജിതയുടെ ശരീരം വരുന്നൊരു സാഹചര്യമാണ് ഇവിടെ എന്തായാലും ഉള്ളത്. മക്കൾക്കും മറ്റ് കുടുംബാംഗങ്ങൾക്കൊക്കെ വലിയൊരു വേദനയാണ് ഈ മരണം, അപ്രതീക്ഷിതമായി എത്തിയൊരു മരണം നിലവിൽ സമ്മാനിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അഹമ്മദാബാദിലേക്ക് തിരിക്കും. DNA സാമ്പിൾ ഉൾപ്പെടെ പരിശോധനയ്ക്കായാണ് അദ്ദേഹം പോകുന്നത്. ജില്ലാ ഭരണകൂടത്തിൻ്റെ തന്നെ ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ അവർ അറിയിക്കുന്നതനുസരിച്ചായിരിക്കും അങ്ങോട്ടുള്ള യാത്ര തിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഉച്ചയോടുകൂടി തന്നെ അഹമ്മദാബാദിലേക്ക് തിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്നാണ് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് നിലവിൽ ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം നിലവിൽ എന്തായാലും വന്നിട്ടില്ല. മറ്റൊരു സഹോദരൻ വിദേശത്താണ്, അദ്ദേഹം കൂടി നാട്ടിലെത്തേണ്ട സാഹചര്യം നിലവിലുണ്ട്. ഉടൻ തന്നെ അദ്ദേഹം എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെ ഈ രഞ്ജിതയുടെ മക്കൾ ഈ ഒരു മരണത്തെ ഉൾക്കൊള്ളാനുള്ള ശേഷി അവർക്കായിട്ടില്ല. ഒരു മകൾ 7ാം ക്ലാസ്സിലും മകൻ 10ാം ക്ലാസ്സിലുമാണ്. അവർ ഇപ്പോഴും അമ്മ വരുമെന്നൊരു പ്രതീക്ഷയിലിരിക്കുകയാണ്. അവരോട് ആരും തന്നെ ഇങ്ങനെ മരിച്ചു എന്ന വിവരം അറിയിച്ചിട്ടില്ല. അപകടം പറ്റിയെന്ന വിവരം അവർക്കുണ്ട്. അമ്മ വരുമെന്നൊരു പ്രതീക്ഷ ആ മക്കൾക്കുണ്ട്. ആ മക്കളുടെ കണ്ണീരൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അതത്രമാത്രം മനസ്സാക്ഷിയെ തന്നെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ സങ്കടം ഉണ്ടാകുന്ന ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ ഈ വീട്ടിൽ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ IAS ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ട് വന്ന് കുടുംബത്തെ ആശ്വസിപ്പിച്ചിരുന്നു. ഇന്നെന്തായാലും മന്ത്രി വീണ ജോർജ് ഇങ്ങോട്ടെത്തും. വിവിധ സഭാ അധ്യക്ഷന്മാർ, സഭാ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. LDF-ൻ്റെയും UDF-ൻ്റെയും വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കളും ഒപ്പം തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളും ഇങ്ങോട്ടേക്ക് ഇന്ന് വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വലിയ കണ്ണീര്, വലിയ സങ്കടം അത് ഈ വീട്ടിലുണ്ട്. 2 ദിവസം മുമ്പ് രഞ്ജിത ഇവിടെ നിന്ന് രാത്രി മക്കൾക്കുൾപ്പെടെ ഉമ്മ നൽകിക്കൊണ്ടാണ് വിദേശത്തേക്ക് മടങ്ങുന്നത്. ചെങ്ങന്നൂരിൽ നിന്ന് ട്രെയിൻ കയറിയാണ് അവർ ചെന്നൈയിൽ പോയി. ചെന്നൈയിൽ നിന്നാണ് ഇത്തരത്തിൽ വിമാനയാത്ര അഹമ്മദാബാദിലേക്ക് തിരിച്ചത്. ആ യാത്രയാണ് ഇപ്പോൾ ഒരു ദുരന്ത യാത്രയായി മാറിയിരിക്കുന്നത്. അത്രമാത്രം 2 ദിവസം മുമ്പ് പോലും ഈ വീട്ടിലുണ്ടായിരുന്ന ആളിങ്ങനെ നഷ്ടപ്പെടുമെന്ന് അവർ ഒരിക്കലും കരുതിയില്ല. അതിൻ്റെ ഒരു വേദന ഈ പുല്ലാടെ ഈ വീട്ടിലുണ്ട്. ഈ ഗ്രാമത്തെ സംബന്ധിച്ചും ഈ അഹമ്മദാബാദിലെ ഈ അപകടം അത് വലിയ വേദനയാണ് ഉണ്ടാക്കിയത്. കാരണം ഇങ്ങനൊരു അപകടം അഹമ്മദാബാദിൽ നടക്കുമ്പോൾ അതിൽ ഒരാൾ തങ്ങളുടെ നാട്ടുകാരുണ്ടാകും, തങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാളുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അത്രമാത്രം വലിയൊരു വേദന ഈ നാട്ടിലുണ്ടായാലും സഹോദരൻ രതീഷ് ഇന്ന് തന്നെ അഹമ്മദാബാദിലേക്ക് DNA സാമ്പിളിനായി ചെല്ലും. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെ പറഞ്ഞത് ഈ DNA പരിശോധന അടക്കം പെട്ടെന്ന് പൂർത്തിയാക്കി ഭൗതികദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ്. ആരോഗ്യമന്ത്രിയും സമാനമായ രീതിയിൽ വിഷയവുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ജില്ലാ ഭരണകൂടം എന്തായാലും കാര്യങ്ങൾ വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടത്തിൻ്റെ ആ രീതിയിലുള്ള ഇടപെടലുകൾ നിലവിൽ നടത്തി വരുന്നുണ്ട്. എന്തായാലും സഹോദരൻ ഇന്ന് തന്നെ അഹമ്മദാബാദിലേക്ക് എത്തിയിരിക്കും. നമുക്ക് വാക്കുകൾ കൊണ്ട് AV ജയശങ്കറാണ് നമുക്കൊപ്പം ചേർന്ന്. രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അഹമ്മദാബാദിലേക്ക് തിരിക്കും. ജില്ലാ ഭരണകൂടത്തിൻ്റെ ആവശ്യമായ രേഖകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം DNA ടെസ്റ്റുമൊക്കെ നടത്തി മൃതദേഹം ഏറ്റുവാങ്ങി പുല്ലടേക്ക് വരാൻ വേണ്ടി അദ്ദേഹം അഹമ്മദാബാദിലേക്ക് പോകും.